സൂറത്തുൽ മുർസലാത്തിലെ 20ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത്. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവര് ഇപ്പൊ തന്നെ ഫോണിൽ എന്താക്കുക, സൂറത്ത് എടുക്കുക, 20ാമത്തെ ആയത്ത് എടുക്കുക. നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഈ ഭാഗമാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം ആദ്യം. അലം നഖ്ലുഖുകും, അലം നഖ്ലുഖുകും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് വാക്ക്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, തജ്വീദിലേക്ക് വരുമ്പോൾ നമ്മിൽ പലരും തെറ്റായി പാരായണം ചെയ്യുന്ന ഒരിടമാണിത്. കൂടുതലും 2 ശൈലിയാണ് നമ്മൾ തെറ്റായി പാരായണം ചെയ്യുന്നത്. നമ്മളിവിടെയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖ്, കാഫ്. കാഫിന് ഹർക്കത്താണ്, തമ്മയാണ്. ഇപ്പൊ നമ്മൾ പാരായണം ചെയ്യുന്ന 2 ശൈലി ഏതാണ്? തെറ്റായി പാരായണം ചെയ്യുന്നതാണ് പറയുന്നത്. ഒന്ന്, ഇതുപോലെ കാഫിന് സുക്കൂൻ കൊടുത്തിട്ട് കൽക്കലയാക്കി കനപ്പിച്ചുച്ചരിക്കും. അലം നഖ്ലുഖുകും, അലം നഖ്ലുഖുകും, തെറ്റാണ്. രണ്ടാമത്തെ ശൈലിയാണ് കാഫിനും കൂടി ദമ്മ കൊടുക്കും. അലം നഖ്ലുഖുകും, ലുഖുകു, ലുഖുകും, ഇങ്ങനെ രണ്ടിനും ദമ്മ കൊടുത്തുകൊണ്ട്, കാഫിനും കൂടി ദമ്മ കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. ഇതും തെറ്റായ രീതിയാണ്. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കാഫിനെ കാഫിലോട്ട് പൂർണ്ണമായി ലയിപ്പിക്കണം, ഇദ്ഗാം ചെയ്യണം. അതിന്റെ മഹ്റജോ അതിന്റെ സിഫാത്തോ നമ്മൾ അറിയാത്ത വിധത്തിൽ എന്താക്കണം, കാഫിലോട്ട് ലയിപ്പിക്കണം. എന്നിട്ട് കാഫിന് ശബ്ദ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പാരായണം ചെയ്യാൻ. അലം നഖ്ലുഖും, അലം നഖ്ലുഖും. അതിന്റെ കാരണം ഈ 2 അക്ഷരങ്ങൾ കാഫിന്റെയും കാഫിന്റെയും മഹ്റജും സിഫാത്തും, അതായത് പുറപ്പെടുന്ന സ്ഥലവും വിശേഷണവും അടുത്തടുത്തായതുകൊണ്ടാണ്. അതിനാണ് ഇദ്ഗാമുൽ മുതഖാരിബൈൻ എന്ന് പറയുന്നത്. നിയമത്തിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓതാൻ പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ പാരായണം ചെയ്യണം? അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ.